ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഒരു ഫിലിപ്പീൻ ഡ്രാമയാണ് കാണാൻ പോകുന്നത്. ഈ ലാംഗ്വേജിൽ ഇതുവരെ നമ്മൾ ഡ്രാമയൊന്നും ചെയ്തിട്ടില്ല. ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഈ ഡ്രാമയുടെ എഡിറ്റ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2-3 പേര് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ചെയ്യാമെന്ന് കരുതിയത്. ഓൾറെഡി മലയാളത്തില് ഇത് വേറെ ചാനൽസ് ചെയ്യുന്നുണ്ട്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വേഗം ഇട്ട് തീർക്കാനായിട്ട് ശ്രമിക്കാം. സോ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വൺ ലൈനർ പറയാതെ തന്നെ നമുക്ക് കഥയിലേക്ക് പോയാലോ. ഡ്രാമയുടെ തുടക്കത്തില് നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവൾ അവളുടെ വർക്കിന് വേണ്ടി കാറിൽ വന്നുകൊണ്ടിരിക്കുമായിരിക്കും. ആ ടൈമില് ഫ്രണ്ട് കോൾ ചെയ്ത്, എടി നീ എപ്പോഴാ വരുന്നേ, നിനക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക, വേഗം ഒന്ന് വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ദാ വന്നു എന്ന് പറഞ്ഞിട്ട് അവളും വേഗത്തിൽ പോകാൻ നോക്കിയാല് കറക്റ്റ് ടൈമില് ട്രാഫിക്കിലും പെട്ടുപോകുന്നുണ്ട്. പിന്നെ എങ്ങനെയോ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഓഫീസിലേക്ക് എത്തിയാല് കറക്റ്റ് ടൈം മഴ പെയ്യാനും തുടങ്ങി. എന്താ ഇത്, ഇന്നത്തെ ദിവസമേ ശരിയല്ലെന്ന് തോന്നുന്നല്ലോ ഒന്ന് പിറുപിറുത്തിട്ടേ അവളും കുടയ്ക്ക് വേണ്ടി ബാഗിൽ തപ്പിയാല് കൊടയും മറന്നു പോയിട്ടുണ്ട്. സോ ഇനിയിപ്പോ എന്താ ചെയ്യാ, വേറെ വഴിയില്ലല്ലോ. ആ മഴയും നനഞ്ഞുകൊണ്ട് അവള് വേഗം ഓഫീസിലേക്ക് ഓടി കയറുവാണ്. ഉള്ളിലേക്ക് വന്നാല് ഹീറോയിന്റെ അച്ഛനും അമ്മയും അവളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവളെ കണ്ടതും അമ്മ, എന്താ മോളെ കുട പോലും എടുത്തിട്ട് വന്നില്ലേ, എന്താ എങ്ങനെ നനഞ്ഞു വന്നതെന്ന് ചോദിച്ചാല് സോറി അമ്മ, മറന്നു പോയെന്ന് അവള് പറയും. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ ഒരു ആർക്കിടെക്ചർ ആണ്. സോ അവളുടെ അച്ഛനും അമ്മയാണ് ഈ കമ്പനി നടത്തുന്നത്. ആ കമ്പനിയിൽ തന്നെയാണ് ഹീറോയിനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോയിന്റെ പേര് ലൂണ എന്നാണ്. ഇപ്പോ ഹീറോയിന്റെ അമ്മ അവളോട് പറയും, ഇന്ന് കമ്പനിയിലേക്ക് ലോയർ വരുന്നുണ്ട്. നിനക്കും ലോയർക്കും നടുവില് നിറയെ പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ വേറെ വഴിയില്ല, അവനേക്കാൾ ബെസ്റ്റ് ചോയ്സ് ഞങ്ങൾക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് വരാൻ പറഞ്ഞതെന്ന് പറയും. ഇത് കേട്ട ഹീറോയിനും അപ്സെറ്റ് ആകുന്നുണ്ട്. നിങ്ങൾ ആരെ കുറിച്ചാ പറയുന്നത്, കാലിസിനെ കുറിച്ചാണോ എന്ന് ചോദിച്ചാല് അതേ മോളെ, ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, എന്നാലും അവനാണ് ബെസ്റ്റ് ആയി തോന്നിയത്, ഞങ്ങളോട് ക്ഷമിക്കെന്ന് പറയാണ്. ഹീറോയിൻ ഇത് കേട്ട് കൂടുതൽ അപ്സെറ്റ് ആകുന്നുണ്ട്. ഹീറോയിന് കാലിസിനോട് എന്താണ് ഇത്ര ദേഷ്യം എന്നറിയില്ല. സോ അവിടെ നിന്ന് നേരെ ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഹീറോയിൻ കോളേജിൽ പഠിക്കുന്ന ടൈം. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ വളരെ ചബ്ബിയായി എല്ലാവരോടും ജോളിയായിട്ട് പെരുമാറുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇവളെ ഇഷ്ടമാണ്. സോ ഇപ്പൊ ഫ്രണ്ട്സുമായിട്ട് കൂടി ഇന്ന് സംസാരിക്കുമായിരിക്കും. എവിടെ നോക്കിയാലും കപ്പിൾസ് ജോഡിയായിട്ടാണ് നടക്കുന്നത്. എനിക്കെപ്പോഴാണ് അവ ഒന്ന് സെറ്റ് ആകാൻ പോകുന്നത് എന്ന പോലെ അവള് പറയുവാണ്. ഡോണ്ട് വെറി ഗേൾസ്, നമ്മളിപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ച് തലപോയിക്കുന്ന എന്തിനാ, നമുക്കിന്ന് അടിച്ചു പൊളിക്കണ്ടേ, എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവര് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കുമായിരിക്കും. അപ്പോ ഇതില് സാം എന്ന ഒരുത്തിയുണ്ട്. അപ്പൊ അവള് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, ഗേൾസ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു പയ്യനോട് എനിക്ക് കുറെ നാളുകളായിട്ട് ക്രഷ് ഉണ്ട്. അവനിപ്പോ ഇവിടെ തന്നെയുണ്ട്. സോ ഇപ്പോ ഞാൻ അവനെ പോയി പ്രൊപ്പോസ് ചെയ്യാൻ പോകുവാണ്. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതും അതൊക്കെ ശരി, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ആദ്യം അത് ആരാണെന്ന് ചോദിക്കും. ദാ അവിടെ ഗോൾഡ് ചെയിൻ ഇട്ടിരിക്കുന്ന ഒരുത്തനില്ലേ, അവനാണെന്ന് പറഞ്ഞതും ഹീറോയെ നോക്കുമ്പോ അവളുടെ കണ്ണില് നമ്മുടെ ഹീറോയാണ് കാണുന്നത്. ഹീറോയെ കണ്ട അടുത്ത സെക്കൻഡില് എന്തോ അവൾക്ക് വല്ലാതെ അവനെ ഇഷ്ടമാകുന്നുണ്ട്. ആ ടൈമിലും അവൻ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇവൾ അവനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കന്റെ പേര് അഡാനസ് ആണെന്ന് പറഞ്ഞതും ഏതാ ബ്ലാക്ക് ഷർട്ട് ആണോ എന്ന് ഹീറോയിൻ ചോദിക്കുവാണ്. അല്ലടി എന്ന് ഫ്രണ്ടും പറയുന്നുണ്ട്. സോ ഇത് കേട്ട ഹീറോയിന് ഡബിൾ ഓക്കെ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, സാമ്പ നമുക്കിപ്പോ തന്നെ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ചുമ്മാ നിന്ന് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ടിന്റെ പേരാണ് അഡാനസ്. സോ അവനെയാണ് നമ്മുടെ സാമ് നോക്കുന്നേ. ശരി, അവനുമായിട്ട് സംസാരിച്ച് ഫീലിങ്സ് തുറന്നു പറയാമെന്ന് കരുതി ചെന്നാല് അവനും എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുവാണ്. സാമിനത് വളരെ ഹേർട്ട് ആകുന്നുണ്ട്. ഇവരെല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നത് കണ്ട് ഹീറോ ചോദിക്കും, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാല് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ നിന്നതാണെന്ന് അവള് പറയും. എന്നാ ശരി, ഇവിടെ നിന്ന് പൊക്കൂടെ എന്ന് അവൻ മുഖത്തടിച്ച പോലെ പറഞ്ഞു കളയുന്നുണ്ട്. പാവ ഹീറോയിന് എന്തോ പോലെ ഫീൽ ആകുവാണ്. ഇവൻ എന്താ അങ്ങനെ പറഞ്ഞു കളഞ്ഞതെന്ന് അവള് നോക്കി നിൽക്കുമ്പോ ഹീറോയുടെ അടുത്ത് വേറൊരു പെണ്ണ് വന്നിരിക്കുന്നുണ്ട്. അവളുടെ പേര് എമത്തിസ്റ്റ് എന്നാണ്. സോ ഹീറോയുടെ ഫ്രണ്ടാണ്. രണ്ടുപേരും ഒന്നിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പെണ്ണാണെങ്കിൽ ഹീറോയോട് വളരെ ക്ലോസ് ആയിട്ടാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇത് കാണുന്ന ഹീറോയിന് തീരെ പിടിക്കുന്നില്ല. ഇനി അത് അവന്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിലോ, അങ്ങനെ ആയിരിക്കോ, ആയിരിക്കോ എന്നൊക്കെ അവള് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഹീറോയിന് ഒരു കസിൻ ഉണ്ട്. അവളുടെ പേര് കെയ്ര എന്നാണ്. സോ ഹീറോയിനെ കണ്ട് അവള് ചോദിക്കും, എന്താ നിനക്ക് പറ്റിയത്, എന്തിനാ നീ ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. എടി, ഞാൻ ഒരു ചെക്കനെ കണ്ടത് എനിക്ക് ഇഷ്ടായി. പക്ഷെ അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു. അത് അവന്റെ ഗേൾ ഫ്രണ്ട് ആണോ അല്ലേ എന്ന് അറിയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ എനിക്ക് എന്തോ പോലെ. അവർ തമ്മിൽ എന്തെങ്കിലും കാണോടിയോ എന്ന് ചോദിച്ചാല് നീ എന്തിനാ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ, ചിലപ്പോ ഒരു ഫ്രണ്ട്സ് ആകാനും സാധ്യതയുണ്ടല്ലോ, അവരൊന്നിച്ച് പഠിക്കുന്നതാണെന്നല്ലേ നീ പറഞ്ഞത്. സോ ചിൽ ഗേൾ എന്ന് കെയ്രയും അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവരൊന്നിച്ചാണ് ആർക്കിടെക്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് രണ്ടുപേരും കസിൻസ് ആയതുകൊണ്ട് ഒരു വീടെടുത്ത് ഒന്നിച്ചാണ് താമസിക്കുന്നത്.
സോ നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോയിനും അവളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. നോക്കിയാലും അവിടെയും കപ്പിൾസ് ജോഡി ജോഡി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായത് ഇത് ഹോസ്പിറ്റലാണെന്ന് പോലും നോക്കില്ലെന്ന് പറഞ്ഞ് അവരെ നോക്കിയിട്ട് ലിഫ്റ്റിലേക്ക് കയറിയവള് കയ്യിലിരിക്കുന്ന ബുക്കെല്ലാം നിലത്തിടുന്നുണ്ട്. അതെല്ലാം പെറുക്കി കൂട്ടി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ആരോ വന്ന് നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നത്. ആരാടാ ഇതെന്ന് പറഞ്ഞ് നിവർന്ന് നോക്കിയാല് അത് നമ്മുടെ ഹീറോ ആയിരിക്കും. ഹീറോയെ കണ്ട് ഇവൾക്ക് നെഞ്ചിടിക്കാൻ തുടങ്ങി. ഹീറോയും ഒരുമാതിരി നോക്കിയിട്ട് ക്ലോസ് ആയിട്ട് വന്ന് നിന്നവൻ ലിഫ്റ്റിന്റെ ബട്ടൺ നെക്കിയിട്ട് നോർമൽ ആയിട്ട് മാറി നിൽക്കുവാണ്. ഇവിടെ ഹീറോയിനാണെങ്കിൽ ഉള്ളിൽ ഒരു ഫയർ വർക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവളെ കൊണ്ട് അവളുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. ഹീറോയ്ക്ക് ആ ടൈമിൽ ഒരു കോള് വരുന്നുണ്ട്. നീ ഒന്ന് വേഗം വാടാ, വേഗം വാ എന്ന് ആരോ വിളിക്കുന്നുണ്ട്. അവനും ദാ വന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഹീറോയിന്റെ തോളിൽ കിടക്കുന്ന ബാഗ് സ്ലിപ്പായിട്ട് താഴെ വീഴാൻ പോയതും ഹീറോ തന്നെ അത് ക്യാച്ച് ചെയ്ത് അവളുടെ തോളിൽ ഇട്ട് കൊടുത്തിട്ട് പോവുകയാണ്. ഹീറോയിന് അതൊരു awkward ആകുന്നുണ്ട്. അവനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോ നാണം കെട്ടു, ഇത്തവണ അതേപോലെ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് പിറുപിറുത്തിട്ട് ഇപ്പൊ അവളും അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞു. ഇവന്റെ പേര് സേവി എന്നാണ്. ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, കൂടെ പഠിക്കുന്നതുമാണ്. സോ അവൻ എന്തോ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുവാണ്. അവനെ കണ്ടതും എന്താടാ ഇത്, നീ ഇങ്ങനെ വന്ന് കിടന്നാൽ ആരാ മാച്ച് കളിക്കുന്നേ എന്നൊക്കെ അവൾ വളരെ ജോളിയായിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. സേവിക്ക് നമ്മുടെ ഹീറോയിനോട് പണ്ടേ മുതൽ ഒരു ക്രഷ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിൻ അവനോട് വളരെ ഫ്രണ്ട്ലി ആണ്. അവൾക്ക് അങ്ങനെ ഒന്നുള്ള ഫീലിങ്സ് ഒന്നുമില്ല. ഇപ്പൊ അവള് ചോദിക്കും, എടാ ഒരു പയ്യന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? ഞാനും നിറയെ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒന്നിലും അവന്റെ പേരിൽ ഒരു അക്കൗണ്ട് പോലും കാണുന്നില്ല. എങ്ങനെയാ അതൊന്ന് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാല് നീ ആരെയാ തേടുന്നതെന്ന് സേവി ചോദിക്കും. അത് പിന്നെ ഞാനൊരു ചെക്കനെ കണ്ടു, ഭയങ്കര ഹാൻഡ്സം ആയിരുന്നു, എനിക്ക് കണ്ടപ്പോഴും ഇഷ്ടമായെന്നൊക്കെ നമ്മുടെ ഹീറോയെ കുറിച്ച് അവള് പൊക്കി പറയാൻ തുടങ്ങിയതും ഇവന്റെ മുഖം വാടിപ്പോകുന്നുണ്ട്. ഇവളെ ഇഷ്ടമാണല്ലോ, പക്ഷെ ഇതുവരെ അവളോട് ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല. അവളോട് പറയാൻ പാകത്തിനുള്ള ധൈര്യവും ഇവനില്ല. ഇപ്പോ ഹീറോയിൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് അവന് ഫീൽ ആയാലും തമാശയിൽ അതൊക്കെ സംസാരിച്ച് സൈഡാക്കി വിടുന്നുണ്ട്. ഇപ്പോ ഹീറോയിനും തിരികെ വീട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുമ്പോ കറക്റ്റ് ആയിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങി. എന്തായത്, ഞാൻ എപ്പോ പുറത്തിറങ്ങിയാലും മഴ തന്നെ, ഈ മഴ എന്നെ കൊണ്ട് പോകും എന്ന് പറഞ്ഞിട്ട് കസിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ വരാൻ ലേറ്റ് ആകും, നീ സേഫ് ആയിട്ട് ഇരിക്കെന്ന് പറഞ്ഞ്. നോക്കിയാല് ആ മഴയത്ത് നനഞ്ഞുകൊണ്ട് ഹീറോ അവിടേക്ക് വന്ന് കയറി നിൽക്കുന്നുണ്ട്. ഹീറോയെ കണ്ടതും അവളുടെ മുഖമാകെ തെളിയുന്നുണ്ട്. അവൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. സോറി മഴയെ ഒരുപാട് അങ്ങ് കുറ്റപ്പെടുത്തി, നല്ലത് നീ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവൾക്ക് വളരെ ഹാപ്പി. ഹീറോയും ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇവളാണെങ്കിൽ കണ്ണെടുക്കാതെ അവനെ മൊത്തത്തിൽ അങ്ങനെ വിഴുങ്ങാനായിട്ട് തുടങ്ങി. ഇവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഒന്നും നടക്കാത്ത പോലെ അവൾ ആക്ടിങ് ഇട്ടിരിക്കും. അവൻ അങ്ങനെ മൈൻഡ് കൊടുക്കുന്നില്ലെന്ന് കണ്ട ഇവളും, ഛേ എന്ത് മഴയത്, ഈ മഴ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുട എടുത്തുകൊണ്ട് പോകുമായിരുന്നെന്ന് പറഞ്ഞ് ഇവള് തന്നെ ഇവളോട് ആവശ്യമില്ലാതെ പിറുപിറുക്കുവാണ്. ഇത് ഹീറോയും കേൾക്കുന്നുണ്ട്, പക്ഷെ വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അവൻ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അടുത്തത് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് എന്തോ സീരിയസ് ആയിട്ട് വലിയ കാര്യം സംസാരിക്കുന്ന പോലെ ഭയങ്കര ആക്ടിങ് ഇടുവാണ്. പക്ഷെ ഫോൺ ആണെങ്കിൽ തിരിഞ്ഞിരിക്കുകയാണ്. ഇത് ഹീറോയും കാണുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ ഫോൺ തിരിഞ്ഞാണ് ഇരിക്കുന്നേ, നോക്കി സംസാരിക്കണേന്ന് അവൻ പറയും. പാവ ഹീറോയിനും പിന്നെയും നാണം കെട്ടുപോയി. ഇവൾ ഈ കാട്ടിക്കൂട്ടുന്ന ആക്ഷൻസ് ഒക്കെ കണ്ടിട്ട് ഹീറോയ്ക്കും ചിരി വരുന്നുണ്ട്. നിങ്ങൾ എന്താ ഹോസ്പിറ്റലിൽ വന്നതാണോ, എന്ത് പറ്റി, സുഖമില്ല എന്ന് ഹീറോയോട് ചോദിച്ചാല് ഇല്ലില്ല, എന്റെ അച്ഛനും അമ്മയും ഇവിടെയാണ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെ കാണാൻ വേണ്ടി വന്നതാണെന്ന് അവൻ പറയും. ഓ, ഞാനും എന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നതാ, അവൻ ആക്സിഡന്റ് പറ്റി കാലൊടിഞ്ഞു കിടക്കുക എന്ന് തുടങ്ങിയ ഇവള് നിർത്താതെ വളവളാന്ന് സംസാരിക്കാൻ തുടങ്ങി. ഹീറോയ്ക്കും ഒരു സ്റ്റേജിൽ എന്താ തിരികെ പറയേണ്ടതെന്ന് അറിയാതെ സൈലന്റ് ആയിട്ട് ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോ കറക്റ്റ് ആയിട്ട് ഹീറോയിന് പോകേണ്ട ബസ്സും വന്ന് നിൽക്കുന്നുണ്ട്. ഹീറോയിൻ ക്യൂട്ടായിട്ട് സ്മൈൽ ചെയ്തിട്ട് ബായ് എന്ന് പറഞ്ഞ മഴയത്ത് ഓടിപ്പോകുന്നത് കണ്ട് ഹീറോയ്ക്കും ഇഷ്ടമാകുന്നുണ്ട്. അവള് പോകുന്നത് നോക്കി അവൻ അവിടെ അങ്ങനെ ഇരിക്കുവാണ്. ഇപ്പോ കട്ട് ചെയ്താലും നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോയിനും കേരയും കൊണ്ട് ഒരു പ്ലേസിലേക്ക് വരുന്നുണ്ട്. നീ എന്തിനാ എന്നെയും കൂട്ടി ഇവിടേക്ക് വന്നതെന്ന് കേര ചോദിച്ചാല് സാമിനെ കാണാൻ വന്നതാണെന്ന് അവള് പറയും. ഓഹോ, ഇത് സാമിന്റെ കോളേജ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ അവളുടെ പേരിൽ നീ മറ്റവനെ കാണാൻ വേണ്ടിയല്ലേടി വന്നിരിക്കുന്നേ. പെട്ടെന്ന് എന്താ നിനക്ക് സാമിനോട് ഇത്ര സ്നേഹമെന്ന് ഞാനും കരുതി. ദേ നിന്റെ ആള് വരുന്നുണ്ട്, നോക്കിക്കേ എന്ന് പറഞ്ഞാല് ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോ അവൻ ആ എമത്തിസ്റ്റിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇത് കണ്ടതും ഇവളുടെ ഉള്ള സന്തോഷം കൂടി പോയി. എപ്പോ നോക്കിയാലും പശ ഒട്ടിച്ച പോലെ ആ എമത്തിസ്റ്റ് പെണ്ണ് ഹീറോയുടെ പിന്നാലെ തന്നെ ഉണ്ടാകും. ഇവൾക്ക് എന്താ വേണ്ടേ, 24 മണിക്കൂർ ആ പെണ്ണ് എന്റെ ചെക്കന്റെ പിന്നാലെയാണല്ലോ. ഇനി ഞാൻ പേടിച്ച പോലെ അവര് തമ്മിൽ ലവേഴ്സ് ആയിരിക്കോ? ഏയ് ആണെങ്കിലോ, ഇത് ഇവള് തന്നെ ഇവളുടെ തലയിലിട്ട് ഓടിച്ചുകൊണ്ടേയിരിക്കുവാണ്. എമത്തിസ്റ്റ് പെണ്ണും അവന്റെ അടുത്ത് ഓവറായിട്ട് ടച്ച് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണി അവൾക്ക് ഭയങ്കരമായിട്ട് കത്തി എരിയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ സാം അവിടേക്ക് വരുന്നുണ്ട്.
ഗേൾസ് നിങ്ങൾ രണ്ടുപേരും എന്നെ കാണാൻ വന്നതാണോ? എന്നോട് നിങ്ങൾക്ക് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരി ശരി, അതൊക്കെ വിട്, എനിക്കൊരു ഇൻവിറ്റേഷൻ നടത്താനുണ്ട്, ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സാം ചെന്ന് ഹീറോയോടും ഫ്രണ്ട്സിനോടും ഇന്ന് എന്റെ വീട്ടിൽ പാർട്ടി ഉണ്ട് ഗൈസ്, നിങ്ങൾ എല്ലാവരും വരണമെന്ന് പറയും. സാമും ഹീറോയുടെ ഫ്രണ്ട് അഡാനിസും സെറ്റായെന്നാ തോന്നുന്നത്. പാർട്ടിക്ക് ഫ്രണ്ട്സ് എല്ലാവരും വരാമെന്ന് ഓക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ മാത്രം വരുന്നില്ലെന്ന് പറയും. പാവം ഹീറോയിന്റെ എക്സ്പെക്ടേഷൻ ആകെ താഴെ വീണ് തവടി പൊടിയായി. ബിക്കോസ് പാർട്ടിക്ക് വന്നാൽ എങ്ങനെയെങ്കിലും അവനോട് കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കാമെന്നാണ് അവൾ കരുതിയിരുന്നത്. ഇപ്പൊ ആ പ്ലാനും പൊളിഞ്ഞു പോയല്ലോ. അതിന്റെ ദേശത്തില് ഹീറോയിൻ പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. ഹീറോ ഇല്ലാത്തത് കൊണ്ട് ഹീറോയിന് ഒരു രസമില്ല. നോക്ക്, ഞാൻ വേഗം വീട്ടിലേക്ക് പോകും, എനിക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് അവൾ എസ്കേപ്പ് ആവാനായിട്ട് നോക്കിയാല് കേരയാണ് അവളെ പിടിച്ചു നിർത്തുന്നത്. വേറെ വഴിയില്ലാതെ അവളും ഇങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ ദേണ്ട സാക്ഷാൽ നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ഹീറോയെ കണ്ട അടുത്ത സെക്കൻഡില് ഹീറോയിന്റെ മനസ്സിൽ പടപടാന്ന് ലഡ്ഡി പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇവൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താ പെട്ടെന്ന് വന്നതെന്ന് അവൾക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ ഹീറോ എപ്പോഴത്തെ പോലെ നോർമൽ ആയിട്ട് വന്നിരുന്ന് ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ അവനിരുന്ന് പഠിക്കുവാണ്. ഇതെന്താ പാർട്ടിക്ക് വന്നിട്ടും അവനിരുന്ന് പഠിക്കുന്നേ? ഹീറോയിന് അവനോട് എന്തെങ്കിലുമൊക്കെ ചെന്ന് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ ചെന്ന് സംസാരിക്കുമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇവൾമാരുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവള് കുറെ നേരമായിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫുഡ് വാങ്ങാൻ പോകാന്ന് തീരുമാനിക്കുവാണ്. ഹീറോ വെറുതെ ഇരിക്കുവാണല്ലോ, അവനും ഡ്രിങ്ക് ഒന്നും ചെയ്തിട്ടില്ല. സോ ഹീറോയിന്റെ കൂടെ ഹീറോയോടും സാമു പോകാനായിട്ട് പറഞ്ഞയക്കുവാണ്. കട്ട് ചെയ്താല് രണ്ടുപേരും തിങ്സ് എല്ലാം വാങ്ങിക്കൊണ്ട് തിരികെ വരുമ്പോ ഹീറോയിൻ ചോദിക്കും, ഹേയ് നീ സ്മോക്ക് ചെയ്യോന്ന്? ഇല്ല, ഞാൻ അത് ചെയ്യില്ലെന്ന് ഹീറോ പറഞ്ഞതും കള്ളം പറയണ്ട, ഞാൻ കണ്ടു നീ അത് വാങ്ങിക്കുന്നേ, സോ മറച്ചു വെക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞതും അതെനിക്ക് വേണ്ടിയല്ല, അഡാനിസ് പറഞ്ഞു വിട്ടതാ, അവന് വേണ്ടിയാണ് വാങ്ങിയതെന്ന് ഹീറോ പറയും. ഓ, അപ്പോ നീ എന്താ ഡ്രിങ്ക് ചെയ്യാത്തത്, സ്മോക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചാല് അതൊക്കെ ഹെൽത്തിന് നല്ലതല്ലെന്ന് ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ വിട്ടെന്ന് അവൻ പറയും. ഇവൾ എന്ത് ചോദിച്ചാലും വളരെ ഷോർട്ടായിട്ട് അവൻ മറുപടി കൊടുക്കുന്നുള്ളൂ. എന്തായത്, നിനക്ക് ഇത്ര നാണാണോ? ഞാൻ എന്ത് ചോദിച്ചാലും ഒറ്റ വാക്കില് മറുപടി പറയുന്നേ, നീ അധികം സംസാരിക്കില്ലേ എന്ന് ചോദിച്ചാല് ശരി നിന്റെ പേരെന്താ, ഞാൻ ചോദിക്കാൻ മറന്നെന്ന് അവൻ ഇപ്പോ ചോദിക്കും. എന്റെ പേര് ലൂയിസ് ലൂണ നത്താഷ വലേറിയ എന്ന് അവള് പറയും. ഓ, അത് വളരെ ലോങ് നെയിം ആണല്ലോ എന്ന് ഹീറോ പറഞ്ഞാല് എന്നാ എന്നെ നീ ലവ് എന്ന് വിളിച്ചോ എന്ന് പറയും. ഇത് കേട്ട് ഹീറോ അവളോട് എന്റെ പേര് കാലിസ് ജേസ് എന്നാണെന്ന് പറഞ്ഞാല് ഇതും വളരെ ലോങ് അല്ലേ, ഞാൻ എന്നാ മൈൻ എന്ന് വിളിച്ചോട്ടെ എന്ന് അവള് ഭയങ്കരമായിട്ട് അവന്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഹീറോ നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാല് ചുമ്മാ കിഡിങ് ആണ്, അത് കാര്യമാക്കി എടുക്കണ്ടെന്ന് പറയും. പിന്നീട് എങ്ങനെയോ അവനോട് സംസാരിച്ച് അവൾ അവന്റെ ഐഡിയും വാങ്ങിച്ചെടുക്കുന്നുണ്ട്. ഹീറോ ഓൺലൈനിൽ വലിയ ആക്റ്റീവ് ഒന്നുമല്ല, എന്നാലും ഹീറോയിൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അവന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് അവനും ഇവളോട് മിങ്കിളാകുന്നുണ്ട്, സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇതേപോലെ ഈ വെനസ്ഡേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. സോ ആ ദിവസം തന്നെ ഹീറോയിനും റെഡിയായി ഹീറോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. കാരണം ആ ഹോസ്പിറ്റൽ ഇവളുടെ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെയാണുള്ളത്. ഹീറോ വന്നതും ഹായ് എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് വന്നിരിക്കും. ഹീറോയിൻ എന്തോ കാണാത്ത പോലെ, ഹേയ് നീ എന്താ ഇവിടെ, വരുമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞിരുന്നില്ല വെനസ്ഡേ ഹോസ്പിറ്റലിൽ വരുമെന്ന്, നീ പിന്നെ എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കും. ഓ, അത് ഞാൻ മറന്നു പോയെന്ന് ഇവള് പറയാണ്. ഇങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സേവിയുടെ അടുത്ത് നിന്ന് കോള് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഹീറോയിനും കട്ട് ചെയ്ത് വീടുന്നുണ്ട്. പക്ഷെ പിന്നെയും തുടർന്ന് അവൻ കോള് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇത് ശ്രദ്ധിച്ച ഹീറോയും നിനക്ക് കോള് വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്ത് സംസാരിക്കേ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുമാതിരി എക്സ്പ്രഷനോടെ എഴുന്നേറ്റ് പോകുവാണ്. ടെൻഷനായ ഹീറോയിനും സേവി വിളിച്ചതും എന്താണ് നിനക്ക് വേണ്ടത്, എന്താ നിന്റെ പ്രശ്നം, എന്തിനാ നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവന് കണ്ണ് പൊട്ടെ വഴക്ക് പറയുന്നുണ്ട്. കട്ട് ചെയ്താലും നെക്സ്റ്റ് ഡേ ഹീറോയിനും ഫ്രണ്ട്സും ചേർന്ന് ഭയങ്കരമായിട്ട് റെഡി ആയിട്ട് പബ്ബിൽ വന്ന് ഡ്രിങ്ക് ചെയ്തിട്ട് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഹീറോയിനും കുറച്ച് ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഹീറോ അവിടേക്ക് വരുവാണ്. ഇത് നമ്മുടെ ഹീറോയിൻ കാണുന്നില്ല. അതിന്റെ ഇടയിൽ ഏതോ ഒരു പയ്യൻ വന്ന് ഇവളോട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. കുടിച്ച് ബോധമില്ലാത്തത് കൊണ്ട് ഇവളും തിരിച്ച് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇത് കണ്ട ഹീറോ ദേഷ്യത്തിൽ അവളൊന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് നടന്നു പോകുവാണ്. ഹീറോയിൻ ഇത് കാണുന്നുണ്ട്, അവന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും പക്ഷെ ഇടയ്ക്ക് വെച്ച് അവനെ മിസ്സായി പോയി. നോക്കിയാൽ ഇവളുടെ ഫ്രണ്ട്സിനെയും കാണുന്നില്ല. ഇതിന്റെ ഇടയിലും അവള് കുടിക്കുന്നുണ്ട്. കുടിച്ചിപ്പോ ഓവർഡോസ് ആയിട്ട് ഇരിക്കുമ്പോ ഫ്രണ്ട്സ് വിളിക്കുവാണ്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, നീ തിരികെ വാടിയെന്ന്. ശരിയെന്ന് പറഞ്ഞ് ഹീറോയിനും പോകാനായിട്ട് തിരിഞ്ഞവള് പെട്ടെന്ന് ആരുടെ മേലേക്ക് വീഴുന്നുണ്ട്. അതോടെ അവളുടെ ബോധവും പോയി. കാലത്ത് കണ്ണു തുറന്ന് നോക്കിയാൽ ആരുടെയോ വീട്ടിൽ ആരുടെ ബെഡിലാണ് കിടക്കുന്നത്. ഇതെന്താ ഇത്, ഞാൻ ആരുടെ കൂടിയാ ഇവിടേക്ക് വന്നത്, എവിടെയാ ഇതെന്ന് പറഞ്ഞ് അവള് കൺഫ്യൂസ്ഡ് ആയിട്ട് പുറത്തേക്ക് വന്ന് നോക്കിയാല് ഹീറോ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുമായിരിക്കും. ഇവൾ ഇവനെ നോക്കി വായും പൊളിച്ച് നിൽക്കുന്നത് കണ്ട് ഹീറോ ചിരിച്ചിട്ട് ഗുഡ് മോർണിംഗ് പറയുവാണ്. ഇവളും ഒരുമാതിരി ചിരിച്ചിട്ട് അവനെ എംബാരസ്ഡ് ആയിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്താല് പ്രസന്റില് അമ്മയും അച്ഛനും എത്ര പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സമ്മതിക്കുന്നേ ഇല്ല.
പറ്റില്ല, അവനെ മീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല, അവന്റെ കൂടെ വർക്ക് ചെയ്യാനും എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങിയതും നമ്മുടെ ഹീറോ തന്നെ കൺമുമ്പിൽ വന്ന് നിൽക്കുവാണ്. അവൻ അവളെ നോക്കി ചിരിച്ചിട്ടേ കൈ നീട്ടി നൈസ് ടു മീറ്റ് ലൂണ എന്ന് പറഞ്ഞതും ഇവൾക്ക് എന്താ മറുപടി പറയണ്ടേ എന്ന് പോലും അറിയില്ല. കാരണം 10 വർഷം കഴിഞ്ഞാണ് ഇപ്പോഴാണ് അവനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൾക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ സ്പീച്ച്ലെസ് ആയി സ്റ്റാച്ച് പോലെ അവൾ നോക്കി നിൽക്കുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. സോ പുതിയ ഡ്രാമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. സോ ഈ ഡ്രാമയുടെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.